ദേ നോക്കിയേ, ഇത് ഞങ്ങളുടെ ഫാമിലിക്ക് പ്രിയപ്പെട്ട രണ്ടുപേരാട്ടോ. ഇന്ന് ഞങ്ങളുടെ യാത്ര അമ്മയുടെ വീട്ടിലേക്കാ. ആലപ്പുഴ വഴി ഹരിപ്പാടേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ആലപ്പുഴയിലെ ഫേമസ് ഹോട്ടലായ ബ്രദേഴ്സിൽ നിന്നായിരുന്നു. ഇതൊരു നോൺ വെജ് റെസ്റ്റോറൻറ്റാ. ഇവിടെ ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഫേമസാ. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പവും മുട്ടക്കറി. ഇതിന്റെ ഗ്രേവി ഉണ്ടല്ലോ, സൂപ്പറാ. കൈയൊന്ന് മുറിഞ്ഞത് കൊണ്ട് സ്പൂണിൽ കഴിക്കുന്നതാ, ജാടയല്ല കേട്ടോ. പുത്രന് ചായ നിർബന്ധം. ഒരുപാട് പ്രശസ്തരായ ആൾക്കാരും ഫിലിം സ്റ്റാർസും ഒക്കെ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ഓട്ടോഗ്രാഫൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഇവരെല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചവരാ. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ കരുവറ്റയിലേക്ക്. ഇവിടെയെല്ലാം റോഡ് പണിയും പാലത്തിന്റെ പണിയൊക്കെ നടക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ രണ്ട് സ്പെഷ്യൽ ആൾക്കാരില്ലേ, അവരുടെ വീട്ടിലേക്കുള്ള വഴിയത്. ഇവിടെയൊക്കെ നിറച്ച് പാടായിരുന്നു. ഈ കഴിഞ്ഞ മഴയിൽ ഇവിടെയൊക്കെ വെള്ളം കയറി. അങ്ങനെ ഞങ്ങൾ കരുവറ്റ എത്തി. അമ്മയുടെ തറവാട് വീടൊക്കെ നോക്കുന്നത് ഇവരാട്ടോ. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മിണി അമ്മയും കുഞ്ഞുമോൻചായനും. അങ്ങനെ വീടിനകത്ത് കയറി കഴിഞ്ഞപ്പോ ഒരാള് മിസ്സിങ്. ആരാ? സിബി കുഞ്ഞ് ജോലിയിലാ, കണ്ടോ? അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. സമയം 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇങ്ങോട്ട് നോക്കിയേ, അപ്പൊ തുടങ്ങാല്ലേ. അങ്ങനെ ചോറ് വിളമ്പി, കോവയ്ക്ക മെഴുക്കുവരട്ടിയും, അങ്ങനെ ഒരു സൂപ്പർ വരാല് കറി മുളകിട്ടതും, മോരുകറിയും, മീൻ വറുത്തതും, കപ്പങ്ങ തോരനും. ഇതും ഒരു ഫിഷ് കറിയാട്ടോ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് പപ്പടവും വന്നു. ഞാനങ്ങനെ ചിക്കൻ കഴിക്കില്ല കേട്ടോ. വരാല് മുളകിട്ടത് ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റ്. ചിക്കൻ വരട്ടിയതും ചിക്കൻ ഫ്രൈയും ഫിഷ് മപ്പാസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മിണിയമ്മയുടെ സ്നേഹം കണ്ടോ? ഇത് ഫുൾ കഴിക്കാതെ ഇവിടെ എണീപ്പിക്കുമെന്ന് തോന്നണില്ല. ഇങ്ങനെ തന്നോണ്ടിരിക്കും. ഒരു ബന്ധുവീടുകളിൽ നിന്ന് പോലും കിട്ടാത്ത സ്നേഹമാണ് ഇവരുടേത്. കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്ന് വൈകിട്ടായപ്പോ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഓച്ചിറയിലാണ് അമ്മിണിയമ്മയുടെ മകളുടെ വീട്. അങ്ങോട്ടേക്ക് ഒന്ന് പോയി. ബിജിയും അമ്മച്ചിയും അവിടെയുള്ളത്. 2 പെൺമക്കളാ. അവർ രണ്ടുപേരും പുറത്താ പഠിക്കുന്നത്. അതിലൊരു മോള് വരയ്ക്കുന്ന പടങ്ങളായതല്ല. ഇവിടെ പലതരത്തിലുള്ള പുളികളുണ്ട്. അത് ഞങ്ങൾക്കും തന്നു. അങ്ങനെ ചായ സൽക്കാരവും കഴിഞ്ഞ് ഒരു സെൽഫിയും എടുത്ത് പിരിഞ്ഞു. അങ്ങനെ അസ്തമയ സൂര്യന്റെ മനോഹാരിതയും കണ്ട് തിരിച്ചു വീട്ടിലേക്ക്.